കണ്ണുകൾ തമ്മിലുള്ള അകലം കുറച്ചു കാണിക്കുന്നതിനായി ഉള്ളിലെ കോണുകളിൽ ഷെയ്ഡ് ഒരൽപ്പം കൂടി കൂട്ടിക്കൊടുക്കാം. ഇതിനായി കണ്ണിന് ചുറ്റും ഒരു ന്യൂട്രൽ നിറം നൽകിയതിനു ശേഷം ഉള്ളിലെ കോണുകൾക്ക് മാത്രമായി മധ്യമമായ ഒരു നിറം നൽകുക. തുടർന്ന് ഐലൈനർ ഉപയോഗിച്ച് ഉള്ളിലെ കോണിൽ നിന്നും വരച്ച് മധ്യഭാഗത്ത് കൊണ്ടുവന്ന് പുറത്തെ നിറവുമായി കൂട്ടിയോജിപ്പിക്കുക. പകൽ സമയത്തുള്ള മേക്കപ്പിന് കണ്ണുകൾക്ക് അടിസ്ഥാനപരമായ നിറവും മസ്കാരയും മാത്രമേ ആവശ്യമുള്ളൂ. വർദ്ധിച്ച തോതിലുള്ള മേക്കപ്പ് ആവശ്യമാണെങ്കിൽ നിലവാരം കൂടിയ പൗഡർ ഐ ഷാഡോ നനഞ്ഞ ബ്രഷിൽ തൊട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇളം നിറത്തിലുള്ള ഷാഡോകൾ വലിയ കണ്ണുകളെ ചെറുതായും കടുത്ത നിറത്തിലുള്ളവ ചെറിയ കണ്ണുകളെ വലുതായും പ്രകടമാക്കുന്നു. കൺപീലികളുടെ ചുവട്ടിൽ മുകളിലും താഴെയും ഐലൈനർ കൊണ്ട് വരയ്ക്കുക. വാലിട്ടെഴുതുന്നതും നല്ലതായിരിക്കും. തവിട്ട് നിറം, ഊതനിറം എന്നിവയ്ക്ക് സ്വാഭാവികത കിട്ടുന്നു. എന്നാൽ നീല, പച്ച എന്നീ നിറങ്ങൾക്ക് കൃത്രിമത്വം കൂടും. ഐ ഷാഡോ ക്രീമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒട്ടിപ്പിടിക്കാത്തത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇവ വിരൽത്തുമ്പിൽ തൊട്ട് ഉപയോഗിക്കുന്നതാവും ഫലപ്രദം. പുരികത്തിന്റെ ഭാഗം താഴ്ത്തി കാണിക്കുന്നതിന് ഇളം നിറത്തിലുള്ള ഷാഡോകൾ കൺപോളകളിൽ ബ്രഷ് ഉപയോഗിച്ച് പുരട്ടുക. ഐലൈനർ കണ്ണുകളുടെ മധ്യഭാഗത്ത് കട്ടി കൂടിയും അരികുകളിലേക്ക് പോകുമ്പോൾ കട്ടി കുറച്ചും ഉപയോഗിക്കുക. പുരികത്തിന്റെ ഭാഗത്ത് നേർത്ത രീതിയിൽ ഹൈലൈറ്റർ തൂത്തുപിടിപ്പിക്കുക. രാത്രി പാർട്ടികളിലും മറ്റും പോകുമ്പോൾ കണ്ണുകൾ കൂടുതൽ ആകർഷണീയമാക്കുന്നതിന് ഷിമ്മർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുക. ക്ഷീണത്താൽ അവശത തോന്നിപ്പിക്കുന്ന കണ്ണുകൾ ആകർഷണീയമാക്കുന്നതിന് പുറംകോണിൽ നിന്നും ഷാഡോയുടെ നിറം മുകളിലേക്ക് ദീർഘിപ്പിക്കുക. പുരികത്തോട് ചേർന്ന് ഇളം നിറത്തിലുള്ള ഹൈലൈറ്റർ കൊടുക്കുന്നത് കണ്ണുകളെ കൂടുതൽ പ്രകാശഭരിതമാക്കാൻ സഹായിക്കും. മസ്കാര കണ്ണുകളുടെ ഉള്ളിലെ കോണുകൾ കേന്ദ്രീകരിച്ച് പുരട്ടുക. കണ്ണുകൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചതായി തോന്നിപ്പിക്കുന്നതിന് അകത്തെ കോണുകൾക്ക് പുറത്തേതിനേക്കാൾ ഇളം നിറം നൽകുക. കണ്ണിന്റെ ഉൾക്കോണുകളോട് ചേർന്ന് ചർമ്മത്തേക്കാൾ ഒരു ഷെയ്ഡ് കുറഞ്ഞ കൺസീലർ നൽകുക. മൂക്കിന്റെ വശങ്ങളിലും ഇത് തന്നെ നൽകുക. തുടർന്ന് അവയെ നന്നായി കൂട്ടിയോജിപ്പിക്കുക. വ്യത്യസ്ത ഇനം ഷാഡോകൾ. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും വിപണിയിൽ ഐ ഷാഡോകൾ ലഭ്യമാണ്. പ്രസ്ഡ് പൗഡേഴ്സ്, പെൻസിൽസ്, സ്റ്റിക്ക്, ജെൽസ് ഓർ ക്രീംസ്. ഇന്ന് പ്രസ്ഡ് പൗഡേഴ്സാണ് ഏറ്റവും പ്രചാരമുള്ളവ. നനഞ്ഞ ബ്രഷ് ഉപയോഗിച്ച് പുരട്ടിയാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലം ലഭിക്കും. ക്രീം ഷാഡോകളുടെ അടിസ്ഥാനം എണ്ണയോ മെഴുകോ ആണ്. ഇത് വരണ്ട കൺപോളകൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. എന്നാൽ ഇവ എണ്ണമയമുള്ള കൺപോളകളിൽ ഉപയോഗിക്കാൻ പാടില്ല. പെൻസിൽ രൂപത്തിലുള്ള ഷാഡോകളിൽ നിലവാരം കൂടിയ നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുഖത്തെ ചെറിയ സുഷിരങ്ങൾ നികത്തുന്നതിന് ഇവ ഏറ്റവും ഉത്തമമാണ്. ജെല്ലുകൾ എണ്ണമയമുള്ള ചർമ്മത്തിന് നന്നായി യോജിക്കുന്നവയാണ്. ഐ ഷാഡോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഐ ഷാഡോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ്. എപ്പോഴും ഒരു ഹൈലൈറ്റർ ഷെയ്ഡിൽ നിന്ന് വേണം ആരംഭിക്കാൻ. പുരികത്തിന്റെ പുറമറ്റത്തിന് ചുവട്ടിലായി ബ്രഷ് ഉപയോഗിച്ച് ഐ ഷാഡോ പുരട്ടുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ മറ്റൊരു നിറം ഉപയോഗിച്ച് പുരികത്തിന്റെ കീഴിൽ ഉൾഭാഗത്തായി പുരട്ടുക. ഇനി കൺപോളകളിൽ ഐലിഡ് ഷാഡോ പുരട്ടാം. കൺപോളകളുടെ മധ്യത്തിലായാണ് ഈ നിറം നൽകേണ്ടത്. ബ്ലണ്ടിംഗ് ബ്രഷ് ഉപയോഗിച്ച് മുന്നിലേക്കും പിന്നിലേക്കും ചെറുതായി തുടയ്ക്കുക. അവസാനമായി പുരികത്തിന് ചുവട്ടിലെയും കൺപോളകളിലെയും ഷാഡോകൾ യോജിപ്പിക്കുക. കണ്ടാൽ തിരിച്ചറിയാത്ത വിധത്തിൽ വേണം ഇത് ചെയ്യാൻ. ഐ ഷാഡോ തിരഞ്ഞെടുക്കുമ്പോൾ കണ്ണുകളുടെ രൂപവും ഭാവവും വലിപ്പവും വ്യത്യാസവുമെല്ലാം ഐ ഷാഡോയുടെ ശരിയായ ഉപയോഗത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിനായി ഏറ്റവും പ്രധാനം ശരിയായ നിറത്തിലുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ്. ഐ ഷാഡോയുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ കണ്ണുകളുടെ രൂപം, പുരികം, കൺപോളകൾ, കൺകോണുകൾ മുതലായവയുടെ ഭംഗി വർദ്ധിപ്പിക്കാനാകും. വിവിധ നിറങ്ങളിലുള്ള ഐ ഷാഡോകൾ കലർത്തുന്നതിന് ഷെയ്ഡിംഗ് ബ്രഷ് വളരെ ഉപകാരപ്രദമാണ്. ലിക്വിഡ് ഐ ഷാഡോകൾ കണ്ണുകൾക്കും മുഖത്തിനും ശരീരത്തിനും ഹൈലൈറ്ററായി കൂടി പ്രവർത്തിക്കുന്നു. ഇവ കണ്ണുകൾക്ക് തിളങ്ങുന്ന പ്രതീതി നൽകുന്നു. കൂടാതെ മറ്റ് ഐ ഷാഡോകൾക്ക് ഫൗണ്ടേഷനായും പ്രവർത്തിക്കുന്നു. ഹാൻഡ് ബാഗിലും മറ്റും കൊണ്ടു നടക്കാൻ ഏറ്റവും സൗകര്യപ്രദം ഐ ഷാഡോ പെൻസിലുകളാണ്. നിലവാരമുള്ള ഐ ഷാഡോകൾ കൂടുതൽ നാൾ ഉണങ്ങിപ്പോകാതെയും പൊടിഞ്ഞു പോകാതെയും നീണ്ടു നിൽക്കും. ഐ ഷാഡോ സാധാരണയായി ഉപയോഗിക്കുന്ന രീതി കണ്ണിന്റെ ഉൾക്കോണിൽ നിന്നും പുറത്തേക്കും മുകളിലേക്കും ബ്രഷ് ചെയ്യുകയാണ്. ഐ ഷാഡോയുടെ നിറം തിരഞ്ഞെടുക്കുമ്പോൾ കണ്ണുകളുടെ നിറം മനസ്സിൽ വേണം. നീല കണ്ണുകൾക്ക് ടോപ്പ്, ഗ്രേ, വയലറ്റ്, പർപ്പിൾ, ഡീപ് ബ്ലൂ എന്നിവ നന്നായി യോജിക്കും. സ്മോക്കി എഫക്റ്റിന് കറുപ്പും തിളങ്ങുന്ന നീലയും മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. പച്ച നിറമുള്ള കണ്ണുകൾക്ക് ബ്രൗൺ, ആപ്രിക്കോട്ട്, പർപ്പിൾ, പ്ലം എന്നീ നിറങ്ങൾ നന്നായിരിക്കും. തവിട്ട് നിറമുള്ള കണ്ണുകൾക്ക് കോപ്പർ, ബ്രോൺസ്, ചാമ്പയിൻ, ബീഗ് എന്നിവയാണ് ചേരുന്നത്. പുത്തൻ തലമുറയ്ക്ക് ഏറ്റവും അനുയോജ്യമായവയാണ് ടാങ്കറിൻ, റോയൽ ബ്ലൂ, ഹോട്ട് പിങ്ക്, ലൈം ഗ്രീൻ എന്നിവ. എല്ലാ കണ്ണുകൾക്കും അനുയോജ്യമായവയാണ് നേവി, ചാർക്കോൾ എന്നീ കളറുകൾ അടിസ്ഥാനമായുള്ള ഷെയ്ഡുകൾ. ഹൈലൈറ്റ് എഫക്റ്റിനായി പൗഡർ ബ്ലൂ ഐ ഷാഡോ ഉപയോഗിക്കാം.
നിശാവിരുന്നുകൾക്ക് ഏറ്റവും ഉചിതമായത് സിൽവർ സ്പാർക്കിൾ ഐ ഷാഡോയാണ്. വിവിധ തരം ബ്രഷുകൾ. സ്ട്രെയിറ്റ് ബ്രഷും റൗണ്ട് ബ്രഷുമാണ് ഐ ഷാഡോകൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നവ. ഇതിൽ സ്ട്രെയിറ്റ് ബ്രഷ് ഓരോ നിറവും പുരട്ടുന്നതിനായും റൗണ്ട് ബ്രഷ് നിറങ്ങൾ കൂട്ടിക്കലർത്തുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ഐലൈനർ. കണ്ണുകളുടെ മേക്കപ്പ് വസ്തുക്കളിൽ വെച്ച് ഏറ്റവുമധികം ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് ഐലൈനർ. കൺപീലികൾക്ക് കൂടുതൽ കട്ടിയുള്ളതായി തോന്നിപ്പിക്കുന്നതിനും കണ്ണുകൾ കൂടുതൽ ആകർഷണീയമാക്കുന്നതിനുമായാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഐലൈനർ ഉപയോഗിക്കുമ്പോൾ കൺപീലികൾ കൂടുതൽ കട്ടിയുള്ളതായി തോന്നിക്കുന്നു. സാധാരണഗതിയിൽ മുകളിലെ കൺപോളകളിൽ കറുപ്പോ തവിട്ട് നിറത്തിൽ ഉള്ളതോ ആയ ഐലൈനർ ഉപയോഗിച്ചാണ് വരയ്ക്കാറ്. വേണമെങ്കിൽ താഴത്തെ പോളകളിലും വരയ്ക്കാറുണ്ട്. ഐലൈനർ കൊണ്ടുള്ള വരകൾ നേർത്തതായിരിക്കണം. അവയുടെ കട്ടി കൂടിപ്പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഐലൈനറുകൾ ഏതെല്ലാം തരത്തിൽ? ഐലൈനറുകൾ പ്രധാനമായും ദ്രാവക രൂപത്തിലും പെൻസിലിന്റെ രൂപത്തിലുമാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. ദ്രാവക രൂപത്തിലുള്ള ഐലൈനറുകൾ ഉപയോഗിക്കുമ്പോൾ അവ കണ്ണിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദ്രാവക രൂപത്തിലുള്ള ഐലൈനറുകൾക്ക് മിക്കപ്പോഴും ദ്രാവക രൂപം നൽകുന്നത് ജലം അല്ലെങ്കിൽ സ്പിരിറ്റാണ്. സ്പിരിറ്റ് അടങ്ങിയവയാണ് കൂടുതൽ അഭികാമ്യം. കാരണം അവ വാട്ടർ പ്രൂഫാണ്, എളുപ്പത്തിൽ അലിഞ്ഞു പോകുകയില്ല. ഐലൈനർ തിരഞ്ഞെടുക്കുമ്പോൾ വിവിധ ബ്രാൻഡുകളിലുള്ള ഐലൈനറുകൾ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നിറത്തിലും വിപണിയിൽ സുലഭമായി ലഭിക്കുന്നു. ഇവയുടെ ഉപയോഗവും പലതാണ്. കാലാവസ്ഥ, സാഹചര്യം, ത്വക്കിന്റെ നിറം തുടങ്ങിയവ പരിഗണിച്ച് വിവിധ ഉപയോഗങ്ങൾക്കായി ഇണങ്ങുന്നവ തിരഞ്ഞെടുക്കാനാകും. സോഫ്റ്റ് ഐലൈനർ പെൻസിൽ, ലിക്വിഡ് ഐലൈനർ, ഫെൽറ്റ് ടിപ്പ് ഐലൈനർ, കേക്ക് ഐലൈനർ എന്നിവയാണ് ഏറ്റവുമധികം ലഭിക്കുന്നവ. പെൻസിലും ഫെൽറ്റ് ടിപ്പ് ഐലൈനറുമാണ് ഉപയോഗിക്കാൻ എളുപ്പവും കൈക്ക് വഴങ്ങുന്നതും. ലിക്വിഡ് ഐലൈനർ ഉപയോഗിച്ച് കൈക്ക് തഴക്കം വന്നാൽ മാത്രമേ അത് ഭദ്രമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നന്നായി ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ മെച്ചപ്പെട്ട ഫലം ലഭിക്കുകയും ചെയ്യും. ഐലൈനറും ഉപയോഗവും. കണ്ണുകൾക്ക് രൂപഭംഗി നൽകുന്നതിനാണ് ഐലൈനർ ഉപയോഗിക്കുന്നത്. ഐലൈനർ ഉപയോഗിക്കുമ്പോൾ അത് ഐ ഷാഡോയ്ക്കു ശേഷവും മസ്കാരയ്ക്ക് മുൻപായും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഐ ഷാഡോയുടെയും കണ്ണുകളുടെയും നിറം മനസ്സിൽ വെച്ച് വേണം ഐലൈനർ ഉപയോഗിക്കാൻ. ഇളം നിറമുള്ള കണ്ണുകൾക്ക് ബ്രൗൺ, നേവി, ചാർക്കോൾ എന്നീ നിറങ്ങളിലുള്ള ലൈനറുകൾ നന്നായി യോജിക്കും. പെൻസിൽ ഐലൈനറാണ് കൈവശമുള്ളതെങ്കിൽ ഓരോ പ്രാവശ്യവും അത് മൂർച്ച വരുത്തി ഉപയോഗിക്കുക. ദ്രാവക രൂപത്തിലുള്ള ഐലൈനറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം അതിനുള്ളിൽ നിന്നും ബ്രഷ് പുറത്തെടുത്ത് അമിതമായി ദ്രാവകം ബ്രഷിലില്ല എന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് ബ്രഷിന്റെ അറ്റം ഉപയോഗിച്ച് കൺപീലികളിൽ ചുവട്ടിൽ നിന്നും അറ്റത്തേക്ക് പുരട്ടുക. ഇത്തരത്തിൽ ആവശ്യാനുസരണം വീണ്ടും വീണ്ടും മിതമായ തരത്തിൽ ചെയ്യാവുന്നതാണ്. ലിക്വിഡ് ലൈനർ ഉപയോഗിക്കുന്നതിന് ഒരൽപ്പം പരിശീലനം ആവശ്യമാണ്. കൈവഴക്കമുണ്ടെങ്കിൽ മാത്രമേ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കൈവിറയിലുണ്ടെങ്കിൽ കണ്ണാടിയിലോ മറ്റോ കൈ ഉറപ്പിച്ച് വെച്ചതിനു ശേഷം വരയ്ക്കുക. കേക്ക് ഐലൈനറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ചെറിയ പരന്ന ബ്രഷ് നനച്ച ശേഷം ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കാം. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ പേന പിടിക്കുന്ന അതേ രീതിയിൽ വേണം ബ്രഷ് പിടിക്കാൻ. കേക്ക് ഐലൈനറുകൾ ഏറ്റവുമധികം ഉപയോഗിച്ചിരുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു. എന്നാൽ സ്ത്രീകൾ എന്നിവ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നു. ഐലൈനർ ഉപയോഗിക്കുന്ന വേളയിൽ തല ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ പകുതിയടച്ച് മുഖം കണ്ണാടിയിൽ കാണത്തക്ക രീതിയിൽ വേണം നിൽക്കാൻ. മുകളിലെ കൺപോളകളിൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വേണം വരയ്ക്കാൻ. കണ്ണ് പൂർണ്ണമായും തുറക്കുന്നതിന് മുൻപ് ഐലൈനർ ഉണങ്ങാൻ അനുവദിക്കുക. വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് മൃദുവായി തുടയ്ക്കാം. താഴത്തെ പോളകളിൽ പുറത്തുനിന്നും അകത്തേക്ക് എന്ന ക്രമത്തിൽ വേണം വരയ്ക്കാൻ. കട്ടി കൂടിയതും എന്നാൽ വളരെ കുറഞ്ഞതുമായ വരകൾക്ക് ഭംഗി കുറയും. പരമ്പരാഗത രീതിയിലുള്ള കൺമഷിയുടെ അതേ നിലവാരം ലഭിക്കുന്നതിനായി കൺപോളകളുടെ വലിപ്പമനുസരിച്ച് ഐലൈനർ ഉപയോഗിച്ചുള്ള വരയുടെ കട്ടിയും കടുപ്പവും വർദ്ധിപ്പിക്കാവുന്നതാണ്. പൗഡർ ഷാഡോയാണ് ഐലൈനറായി ഉപയോഗിക്കുന്നതെങ്കിൽ മുഖത്ത് പൗഡർ വീഴുന്നത് തടയുന്നതിനായി കണ്ണിന് തൊട്ടു താഴെയായി ഒരു ടിഷ്യൂ പേപ്പർ പിടിക്കുന്നത് നല്ലതായിരിക്കും. ഐ ഷാഡോ ഉപയോഗിക്കുന്നതിന് ഏറ്റവും ഉചിതമായ ഉപകരണം സ്പോഞ്ച് ആപ്ലിക്കേറ്ററാണ്. എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ എണ്ണമയം മാറ്റിയതിനു ശേഷം മാത്രമേ ഐലൈനർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഐലൈനറുകളുടെ നിറങ്ങൾക്കും വളരെയധികം പ്രത്യേകതകളുണ്ട്. മുകളിലെ കൺപോളകൾക്ക് ഇരുണ്ട തവിട്ട്, ചാരം, കറുപ്പ് എന്നീ നിറങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. സോഫ്റ്റ് ടാൻ, ടാപ്പ്, ചെസ്റ്റ്നട്ട്, ബ്രൗൺ, ഗ്രേ, ബ്ലാക്ക് എന്നിവയാണ് താഴത്തെ കൺപോളകൾക്ക് പറ്റിയ നിറങ്ങൾ. കൺമഷി. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് കൺമഷി അല്ലെങ്കിൽ കാജൽ. ഇത് തനതായ രീതിയിൽ വീടുകളിൽ തന്നെ തയ്യാർ ചെയ്തു പോന്നിരുന്നു. നിലവിളക്കിൽ നിറയെ എള്ളെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുക. അതിനുശേഷം ദീപനാളം മുട്ടത്തക്ക രീതിയിൽ
ഒരു മൺചട്ടി കമഴ്ത്തി വയ്ക്കുക. 8-10 മണിക്കൂർ കഴിഞ്ഞ ശേഷം ചട്ടിയിൽ പിടിച്ചിരിക്കുന്ന കരി ഇളക്കിയെടുത്ത് ആവണക്കെണ്ണയിൽ കുഴച്ച് ഉപയോഗിക്കാം. രാസവസ്തുക്കൾ അടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ തന്നെ ഇവ ഒരു തരത്തിലും ഹാനികരവുമല്ല. ഐ ഡിഫൈനിങ് പെൻസിൽ. കണ്ണുകളുടെ രൂപഭംഗി വർദ്ധിപ്പിക്കുന്നതിന് ഐ ഡിഫൈനിങ് പെൻസിലുകളുടെ പങ്ക് ചെറുതല്ല. കണ്ണുകളുടെ ചുവട്ടിലുള്ള ഭാഗത്തിന് വർണ്ണം നൽകുന്നതിനായി ഇവ ഉപയോഗിക്കുന്നു. വിവിധ വർണ്ണങ്ങളിൽ ലഭിക്കുന്ന ഇവയുടെ ലെഡ് മൂർച്ചയേറിയതും മൃദുവുമായിരിക്കണം. എങ്കിൽ മാത്രമേ അവ ചുവട്ടിലെ കൺപീലുകളിൽ കൂടി മൃദുവായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഐ ഡിഫൈനിങ് പെൻസിൽ ഉപയോഗിക്കുമ്പോൾ വര നേർത്തതായിരിക്കാൻ ശ്രദ്ധിക്കുക. കൺപീലുകളുടെ ചുവട്ടിൽ തൊട്ടായിരിക്കണം വരയ്ക്കേണ്ടത്. ചുവട്ടിലെ കൺപോളകളിൽ പുറത്തുനിന്നും അകത്തേക്ക് എന്ന തരത്തിലായിരിക്കണം വരയ്ക്കേണ്ടത്. വരച്ചതിനു ശേഷം ആംഗിൾ ബ്രഷ് അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിച്ച് വര നേർപ്പിക്കുക. ഐ ഡിഫൈനിങ് പെൻസിൽ കൊണ്ടുള്ള വരകൾ നേർപ്പിച്ച് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഐബ്രോ പെൻസിൽ. മുഖസൗന്ദര്യത്തിൽ പുരികങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. ഐബ്രോ പെൻസിലിന്റെ ഉപയോഗത്തിലൂടെ പുരികങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കാനും കട്ടി കൂട്ടാനും സാധിക്കും. ഐബ്രോ പെൻസിൽ തിരഞ്ഞെടുക്കുമ്പോൾ മുടിയുടെ അതേ നിറത്തിലുള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം പുരികം വൃത്തിയാക്കി അതിലെ ഫൗണ്ടേഷൻ ക്രീമും പൗഡറും മറ്റും ബ്രഷ് ഉപയോഗിച്ച് തൂത്തുമാറ്റുക. തുടർന്ന് രോമവളർച്ചയുടെ ദിശയിലേക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. വിടവുകൾ അല്പം പോലും അവശേഷിക്കാത്ത തരത്തിൽ പെൻസിൽ കൊണ്ട് വരച്ച ശേഷം ഐബ്രോ ബ്രഷ് ഉപയോഗിച്ച് മിനുസപ്പെടുത്തുക.